അപ്പോൾ അത്രയും പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കോംപ്രമൈസിന്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനുശേഷം നിർത്തി ആരോടും ചോദിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു സംഭവമേ നിർത്തി. പക്ഷേ നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സീമ വിനീതിനെ പറ്റി കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും. സീമ വന്നിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ മുമ്പൊക്കെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കും ആളുകൾ വന്നിട്ട് കുറച്ച് ഒരു മടി തോന്നിക്കും അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വെക്കാനോ അവരുമായിട്ട് സംസാരിക്കാനോ. പക്ഷേ സീമ വിനീത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്ത ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് പേര് സീമയ്ക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സീമയെ ഇഷ്ടവുമാണ്. അടുത്തിടെ സീമയുടെ കുറച്ച് വാർത്തകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. അപ്പോൾ സീമയെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് കണ്ടപ്പോഴേക്കും സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചവരുണ്ട്, അനുഭവിക്കുന്നവരുമുണ്ട്. അവരെ മനസ്സിലാക്കുവാനായിട്ട് പലരും ശ്രമിക്കാറില്ല. അതുപോലെ അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയതുപോലെയുള്ളൊരു പെരുമാറ്റമാണ് സാധാരണ ആളുകൾ ഇവരോട് കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു വരുന്ന വിഷയം വന്നിട്ട് സീമയുടെ ജീവിതത്തിൽ എന്ത് പറ്റി. സീമ വളരെയധികം വിഷമത്തോടെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സീമയ്ക്ക് ഒരു 18-19 വയസ്സുള്ളപ്പോഴേക്കും ആദ്യമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും അപ്പോൾ ആ വ്യക്തി വന്നിട്ട് വിവാഹിതനും കുഞ്ഞുങ്ങളുമൊക്കെ ഉള്ളൊരു വ്യക്തിയുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് സീമയ്ക്ക് ഈ വിവരം മനസ്സിലായതിൽ പിന്നെ സീമ ഇതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. അടുത്തത് സീമ ഇതുപോലെ വേറെ ഒരു വ്യക്തി, പുള്ളിക്കാരൻ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു, പുള്ളിക്കാരനുമായിട്ട് സ്നേഹത്തിലാവുകയും ആ വ്യക്തിയെ രജിസ്റ്റർ വിവാഹം ചെയ്യുകയും പിന്നെ അമ്പലത്തിൽ പോയിട്ട് വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിരുന്നു. ആണ് ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാം, ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഓരോ കൂടെ കാണും, അതൊരു ബ്ലോഗ് ചെയ്യും. നിങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളോടെ പങ്കുവെക്കാം. അതാണ് ഒന്നിച്ചായിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഇന്നങ്ങനെ നിങ്ങളുടെ കൂടെ കൂടിയാണ്. അങ്ങനെ കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണം. ഞാൻ ഒരുമിച്ചില്ലെങ്കിലും രണ്ട് സ്ഥലത്തിരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങളോടും കൂടെ ഒരു വിശേഷം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് താലികെട്ട് എന്നൊക്കെ ചോദിക്കുന്നത്, കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ താലികെട്ട് നടത്തിയിട്ട് ആണ് കല്യാണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ഒരു അവസരത്തിൽ തന്നെ ഞങ്ങളുടെ രജിസ്റ്റർ കഴിഞ്ഞതായിരുന്നു. പോസ്റ്റ് നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് എൻഗേജ്മെന്റ് തന്നെ അടുത്ത് 30 ദിവസമായിരുന്നു. വന്ന് അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നമുക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു. അപ്പൊ ഇനിയിപ്പോ വെച്ച് താമസിക്കണ്ട, കാര്യങ്ങൾ നടക്കട്ടെ അതിന്റെ ഭംഗിയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നങ്ങനെ തീയതി കുറിക്കണം, മുഹൂർത്തം, അതൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ താലികെട്ട് ഒരു 1 year കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. അപ്പോൾ അതിനുള്ള മുഹൂർത്തം കുറിക്കാൻ പോകുന്ന ദിവസമാണിത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആദ്യം സീമ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ സീമയെ പറ്റിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ സീമ വന്നിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം പ്രസിദ്ധി ഉണ്ടാക്കുകയും വളരെ ഒരു ഉയർന്ന നിലയിലോട്ട് വരികയും സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ചു. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സീമ വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സീമയുടെ ആദ്യത്തെ പേര് വന്നിട്ട് വിനീത് എന്നായിരുന്നു. സീമയുടെ അച്ഛനും അമ്മയും ചെറുപ്രായത്തിൽ തന്നെ വേർപിരിയുകയും അതുപോലെ തന്നെ തൻ്റെ ചെറിയ വയസ്സിൽ തന്നെ വ്യക്തിത്വത്തിലുള്ള ഒരു വ്യത്യാസം സീമയ്ക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു. 6 വർഷം മുമ്പ് ഏകദേശം പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയായിട്ട്
മാറാനുള്ള ശസ്ത്രക്രിയ സീമ ചെയ്തിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലുള്ള സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർജ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ശരിയായ വണ്ണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നതിനൊരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിഗണന കിട്ടാത്തതൊക്കെ നമ്മളൊരു പാർട്ട്ണറിൽ നിന്ന് നേടാനൊക്കെ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗവും കൂടെ അതിനകത്ത് ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു അവസ്ഥ? എന്താണ് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ റിലേഷൻഷിപ്പില് ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ആകെ പ്രതീക്ഷയുള്ള സ്നേഹം മാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മനുഷ്യരും നമ്മളെ സമീപിക്കുന്നത്. അതിപ്പോ സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിയിലായാലും ചെറിയൊരു വിശ്വാസക്കുറവ് എല്ലാ മനുഷ്യരോടും എനിക്കുണ്ട്. കാരണം അതാണ് അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള. ഈ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് അവരിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും, അവർ നമ്മളെ പ്യുവറായിട്ട് സ്നേഹിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മള് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നമ്മള് എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പ്യുവർ ആയിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും, ഇവരുണ്ടാവും നമുക്ക് എന്നൊക്കെ കരുതിയാണ് നമ്മൾ അവരോട്. പക്ഷെ അവിടെയൊക്കെ നമ്മള് ഒരു സമയം നമ്മളത് മനസ്സിലാക്കും, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു, നമ്മൾ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത്. ചില ആൾക്കാര് കാശിന് വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് കാശുണ്ടാവും, അവരൊക്കെ ആരും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോ അവരിന് ഈസി ആയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും എന്ന് കരുതി വരുന്ന ആൾക്കാര്. ചില ആൾക്കാർ എന്താണ് ഇവര് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്ന ആൾക്കാര്. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ട്രാൻസ് പീപ്പിളിന്റെ അടുത്തേക്ക് ഒരു സ്നേഹമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹം എന്ന് കേട്ട വരുന്ന ആൾക്കാരോടത്ത് ഭയങ്കര എനിക്കൊരു വിശ്വാസക്കുറവാണ്, ഒരു അവിശ്വാസമാണ്. നമുക്ക് എന്റെ ലൈഫില് ഞാന് മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അയ്യോ എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്റെ ജീവിതത്തില് വേറെ ഒരു കുറവുകളിലോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആയെന്ന് പറഞ്ഞിട്ടോ മറ്റൊരാൾ കളിയാക്കിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ് അപ്പൊ തന്നെ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയതൊക്കെ അങ്ങനെ ഒരു സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിഞ്ഞ സമയം പോകുന്നവര് പോട്ടെ എന്ന് വെച്ചിട്ട് ജീവിതം വളരെയധികം യാതനകളിൽ കൂടിയും വേദനകളിൽ കൂടിയും ഒക്കെ കടന്നു പോയിട്ടുള്ളൊരു ജീവിതമായിരുന്നു സീമയുടേത്. അത് പറഞ്ഞു ധാരാളം വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെയും ആക്ട്രസിൻ്റെയും ഒക്കെ കല്യാണം, ബ്രൈഡൽ മേക്കപ്പും അതുപോലെയൊക്കെ പുള്ളിക്കാരി വളരെയധികം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. മാത്രവുമല്ല നല്ലൊരു ജീവിതം തന്നെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന സീമ ഇടയ്ക്ക് വന്നിട്ട് തനിക്ക് കല്യാണമേ വേണ്ട എന്ന് തീരുമാനത്തിൽ എത്തിയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗവും എല്ലാ മനുഷ്യരെയും പോലെ അതും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ്. അവരുടെ ഒരു കുറ്റവും കൊണ്ടല്ല അവർ ഇങ്ങനെ ജനിക്കുന്നത്. അത് വന്നിട്ട് ഇപ്പോൾ മെഡിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ ക്രോമസോംസിൻ്റെ ഒരു തരം എന്താ പറയുന്ന ഒരു ഫോൾട്ടി ആയിട്ട് വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അവർക്ക് ജീവിതം അവർ ജനിക്കുകയും അവർക്ക് ജീവിതം നയിക്കേണ്ടി വരുന്നതാണെന്നും ആരുടെയും തെറ്റുകുറ്റങ്ങൾ കൊണ്ടൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഇരുന്നിട്ട് പോലും സീമ തൻ്റെ ജീവിതം വളരെ ബോൾഡായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയും വഴിയിൽ കണ്ട എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും ഒരു മനുഷ്യരും തളരാതെ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നിലും തളരാതെയും മനസ്സ് മടുക്കാതെയും അതുപോലെ ഇതുവരെയും നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചതുപോലെ ബാക്കിയുള്ള ജീവിതവും തുടരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സീമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ സംഭവം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ ട്രാൻസ്ജെൻഡറായി ജനിച്ചു പോയി എന്നുള്ളത് ഒരു കുറ്റമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? അവരെ ഒതുക്കി വെക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ അത് തുറന്ന് കമൻസിൽ എഴുതുക. സീമയെപ്പോലെയുള്ള വ്യക്തികൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് സമൂഹത്തിൽ അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുന്നു, അത് നിങ്ങൾ എത്രമാത്രം അതിനോട് യോജിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പലരും ഇത് കാണുന്ന പലരും ഇതുപോലെ പല അനുഭവങ്ങളും ഉള്ളവരായിരിക്കാം.
അത് ആ ഒരു കാര്യത്തിന് വേണ്ടി ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറൊരു സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.